ഹലോ ഫ്രണ്ട്സ്, ഐ ആം ആഷ് ബൂട്ട്സ് സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ് എന്ന് പറയുന്നത് പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ശരീരവേദന, ഉറക്കമില്ലായ്മ, സ്ട്രെസ്സ് തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിന് ഒരു ചെറിയൊരു പരിഹാരമായിട്ടാണ് ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. ഇതിന് സഹായകരമായ ഒരു കോംപ്ലിമെൻ്ററി തെറാപ്പിയാണ് ഫുഡ് റിഫ്ലക്സോളജി. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഗർഭകാലത്തിന് ശേഷം സ്ത്രീകൾക്ക് ശരീരത്തിലെ ഹോർമോൺ മാറ്റങ്ങളും പേശി വേദനകളും സാധാരണമാണ്. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് റിഫ്ലക്സോളജി കാലിലെ പ്രത്യേക പോയിന്റുകളിൽ ജനറൽ പ്രഷർ നൽകുന്നതിലൂടെ നമുക്ക് ഹോർമോൺ ബാലൻസ് മെച്ചപ്പെടുത്താൻ വളരെയേറെ സഹായിക്കുന്നു. ഇത് കോംപ്ലിമെൻ്ററി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തഡാണ് ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നടുവേദന, പിൻവേദന, അതുപോലെ തന്നെ കാൽവേദന കുറയ്ക്കാൻ ഇത് വളരെയേറെ സഹായിക്കുന്നതാണ്. സ്ത്രീകൾക്ക് അധികം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഇതേപോലെ ഫുഡ് റിഫ്ലക്സോളജി ചെയ്യുകയാണെങ്കിൽ വളരെയേറെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ സ്ട്രെസ്സ്, ആങ്സൈറ്റി കുറയ്ക്കാനും ആ സമയത്തുണ്ടാകുന്ന ചെറിയ ചെറിയ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ കുറയ്ക്കാനും നല്ല ഉറക്കം ലഭിക്കാനും അതുപോലെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ മെച്ചപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിൻ്റെ റിലാക്സേഷൻ എനർജി നൽകാനും ഈ ഫുഡ് റിഫ്ലക്സോളജി നിങ്ങൾക്ക് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്ലീപ്പിംഗ് ഇഷ്യൂസ്, അതുപോലെ ബാക്ക് പെയിന്, ഇതൊക്കെ വളരെയേറെ കൂടുതലാണ് ഈ സമയത്ത്. അതുപോലെ തന്നെ സ്ട്രെസ്സും അതുപോലെ ഇത്തരത്തിലുള്ള പ്രോബ്ലം കൂടുതലായി വരുന്ന സമയത്ത് നിങ്ങൾ ഫുഡ് റിഫ്ലക്സോളജി ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഈ ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. ഈ ഒന്നാമതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് റിലാക്സേഷൻ, ഇതിൻ്റെ ഫുഡ് റിഫ്ലക്സോളജിൻ്റെ ഹെൽപ്പ് ചെയ്യുന്നത് റിലാക്സേഷൻ, ഹോർമോൺ ബാലൻസ് സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ബെറ്റർ സ്ലീപ്പ്, അതുപോലെ തന്നെ പെയിൻ റിലീഫ്, ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ പറയാം, സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിയിലെ ആൾക്കാരുമായി ബന്ധപ്പെട്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക.